ഒരു പെണ്ണ് വന്ന് കയറിയതിന്റെ ഗുണം കാണാനുണ്ട് അവിടെ. അല്ലെങ്കിൽ ചേട്ടാ അലക്കാൻ പോണോ? അല്ലടാ ചുമ്മാ നനച്ചു വെക്കാൻ, അലക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കേ. അതെ, ഈ വീട്ടിലെ മുഴുവൻ പണികളും ചെയ്യുന്നത് നിങ്ങളുടെ ചേട്ടനാണോ? അതെ, നിങ്ങളുടെയൊക്കെ തുണി അലക്കുന്ന ചേട്ടനോ? പണ്ട് മുതലേ അതങ്ങനെയാ. എന്തേ? നാണല്ലേ നിങ്ങൾക്കൊന്നും? എന്തിനിപ്പോ കാണിക്കുന്ന? കഷ്ടം. എന്തൊക്കെ ജോലികളാ സുഭാഷ് ചേട്ടൻ ചെയ്യുന്നത്? അലക്കണം, തുടയ്ക്കണം, പാചകം ചെയ്യണം. ഇതിനൊക്കെ ഇടയിൽ സ്വന്തം ജോലിയും ചെയ്യണം. ഒന്നുമില്ലെങ്കിലും ഒരുപാട് വലിയ പ്രൊജക്ട്സിന്റെ സൂപ്പർവൈസർ അല്ലേ ഇയാളല്ലേ അങ്ങനെ പറഞ്ഞേ? അതെ അതെ, സൂപ്പർവൈസർ ആണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? സ്വന്തം തുണികളൊന്നും അലക്കിക്കൂടെ? അതിപ്പം നോക്കാം. അല്ലെങ്കിലും ചേട്ടൻ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെ തന്നെ. ഞാനേ ഒരു കോൾ ചെയ്യട്ടെ. ഹലോ. ആ പറടാ. ഓ സുഷേട്ടാ, ഫുഡ് എന്താ കഴിക്കാൻ? ദോശയാടാ. ദോശ? എന്നീ ദോശ മാത്രമേ ഉള്ളൂ? അല്ലാതെ നിനക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാം രാവിലെ. അല്ല കറി സുഭാഷ് ചേട്ടാ, കഴിക്കാനായോ? അവളെ ദോശ റെഡിയാ, ഇപ്പൊ എടുക്കാം. അതല്ല, എനിക്ക് സുഭാഷ് ചേട്ടനോട് ഒരു ഹെൽപ്പ് ചോദിക്കാനുണ്ടായിരുന്നു. എനിക്കൊരു റൂമിന്റെ കാര്യമല്ലേ, ഓർമ്മയുണ്ട്. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സേഫ് ആയിട്ടൊരു സ്ഥലം കിട്ടിയ അപ്പൊ തന്നെ പറയുകയും ചെയ്യാം. അയ്യോ സത്യമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അതല്ല സുഭാഷ് ചേട്ടാ, ഇത് വേറൊരു കാര്യ. വേറെന്താ ഹെൽപ്പ് പറഞ്ഞോളൂ, ഞാൻ ചെയ്തുതരാം. ഇത് ഇയാളെ കൊണ്ട് പറ്റില്ല. സുഭാഷ് ചേട്ടനെ കഴിയും. ജോലിയുടെ കാര്യത്തിന് സുഭാഷ് ചേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒരേ ഒരു ഉപകാരം മാത്രം എനിക്ക് വേണ്ടി ചെയ്തെന്നാ മതി. ഓ ഇനി എന്താ? അവളെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാ. അപ്പൊ സുഭാഷ് ചേട്ടൻ അറിയാവുന്ന ഏതെങ്കിലും ആർക്കിടെക്ടിനോട് പറഞ്ഞിട്ട് അവക്കൊരു ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റും. ചേട്ടനോട് പറഞ്ഞ് സംഘടിപ്പിച്ചു കൊടുക്കാന്നേ ഞാൻ വാക്കുകൊടുത്തുപോയി. സുഭാഷ് ചേട്ടൻ ഒരുപാട് കമ്പനികളുടെ പ്രോജക്ട്സ് എടുത്ത് ചെയ്യാറില്ലേ? എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഒരു ജോലി വാങ്ങിത്തരാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? സുധീഷ് പറഞ്ഞത് സുഭാഷ് ചേട്ടൻ ആർക്കിടെക്ട് ആണെന്നാ. അതെ, അത് പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ, ഇയാളുടെ പോലെ എഞ്ചിനീയറിംഗ് പഠിച്ച ആർക്കിടെക്ട് ഒന്നും അല്ല. പിന്നെ പറഞ്ഞല്ലോ സൂപ്പർവൈസറോ? അതെ അതന്നെ. അതെ അത് മോളെ, ഞാനേ കുറച്ച് പണിക്കാരൊക്കെ വെച്ച് സൈറ്റിൽ ഇങ്ങനെ. അതന്നെ ഈ പണിക്കാരൊക്കെ വെച്ചിട്ട് എല്ലാ പണികളും സൂപ്പർവൈസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞേ. അല്ലെ പിന്നെ ഇടയ്ക്ക് ചില ഡിസൈൻസ് ഒക്കെ വരയ്ക്കും അല്ലേ ഏട്ടാ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? അതെന്താ ചെയ്യാം. അല്ലെങ്കിൽ സുഭാഷ് ചേട്ടനെ കൂടെ നിർത്തിയാലും മതി. എന്റെ കൂടെയാ? അതെ, ഇവിടെ ഇരുന്ന് ബോറടിക്കും സുഭാഷ് ചേട്ടാ. അയ്യോ അതൊന്നും ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ സുഭാഷ് ചേട്ടൻ എപ്പോഴും സൈഡിലായിരിക്കുന്നേ. എനിക്ക് നല്ലത് ഏതെങ്കിലും ഒരു കമ്പനിയിലുള്ള ജോലിയാ അല്ലേ? സൈറ്റിലൊക്കെ ഞങ്ങൾക്കും പോകേണ്ടി വരും. അതറിയാം. എന്നാലും എപ്പോഴും ഇങ്ങനെ പോണ്ടാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഒരു ജോലി സുഭാഷ് ചേട്ടൻ ശരിയാക്കി തരും. അതുപോലെ അത് മതി. ഓക്കെ ആണല്ലോ അല്ലേ സുഭാഷ് ചേട്ടാ? ഓക്കെ നമുക്ക് നോക്കാം. താങ്ക് യു വെരി മച്ച്. ഓ ശരി. പാവം. ഇവനെ കൊണ്ട് പെടുത്തില്ല. അതിന് കാക്കും വലയൊന്ന് തൊടുത്തേ തൊടുത്തേ തകതകത. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല. ഇത്രയും വലിയൊരു വീട്ടില് നിന്നെ ഒറ്റക്കാക്കിയിട്ട് ഈ രാത്രി അവന്മാരുടെ പോയി. നികേഷ് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തിരിയെങ്കിലും മര്യാദ ഉണ്ട് അവന്മാർ. കറണ്ട് പോകാൻ കണ്ട സമയം. സോറി. മോത്തടിക്കല്ലേ. തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി ഉണ്ടോ? ലൈറ്റർ ഉണ്ട്, വേണോ? എന്താ ലൈറ്റർ കൊണ്ട് സ്വാമി വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ? പാടില്ലേ? അറിയില്ല, ഞാൻ പാട്ട് പാടാ, അത് പോയി കത്തിക്കട്ടെ. അയ്യോ ശരി. പ്രകാശമേ നയിച്ചാലും. അയ്യോ No, don't make noise, especially type noise. No, I am steady. Bhaskar is always steady. You don't worry, I am okay. Look, ഒരു തീ കത്തിക്കാൻ വേറൊരു തീ മതി. അതിന് ലൈറ്റർ ആണെങ്കിലും തീപ്പെട്ടിയാണ്. I don't like sentiments. അല്ല മോളെ, നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ഇരുന്നൂടെ? ഇരിക്കും മോളെ. You are an educated girl, rich girl. Don't stand in front of me. I am a waste. Good for nothing. ഇരിക്കൂട്ടെ. അല്ല നിന്റെ പേരെന്തോന്നാ പറഞ്ഞേ? നിധി. അല്ല ഇവിടെ കാറ്റ് നന്നായിട്ട് കിട്ടും, ഒപ്പം കൊതുവും ധാരാളമായിട്ട് വരും. മോസ്കിറ്റോ ടോർച്ചർ സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാ, കാറ്റ് വേണമെങ്കിൽ കൊതുകടി സഹിക്കണം. കൊതുകടി ഒഴിവാക്കി അടച്ചിരുന്നാലോ കാറ്റ്. എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യ ജീവിതത്തെ കുറിക്കുന്ന ഒരു മഹാപ്രഹേളിയെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കൊച്ചിന് പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡ്? ഈ വീട് കണ്ടില്ലേ, ഇറ്റ്സ് നോട്ട് എ ഹോം, ഇറ്റ്സ് എ പാലസ്. പാലസ് ഫോർ മീ. ഇതെന്റെ മുത്തശ്ശൻ ഉണ്ടാക്കിയതാ. എന്റെ അച്ഛൻ ഇവിടെ ജനിച്ചു, ഞാനിവിടെ ജനിച്ചു. Then my sons, 3 generations born here. എനിക്കൊരു ബ്രദർ ഉണ്ട്. അവൻ എന്നെ വലുതായിട്ട് മാനിക്കാറൊന്നുമില്ല, ഞാൻ അവരെ മൈനിക്കാറുമില്ല. I don't care. Why should I care? ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഫീലിംഗ്സ് ആർ മ്യൂച്വൽ. വാട്ട്? ഫീലിംഗ്സ് ആർ മ്യൂച്വൽ. എന്താ നോക്കുന്നേ? കള്ളും കുടിച്ച് കിടക്കുന്ന എന്റെ വായിന്ന് വരുന്ന ഇംഗ്ലീഷ് കേട്ടിട്ടാണോ? ஐயோ I know 6 languages. எனக்கு 6 மொழிகள பேச தெரியும். 6 భాష ನಲ್ಲಿ ನಾನು ಮಾತಾಡುವೆ. ಏನಿ చెప్పినా మీకు అర్థం అవుతుంది. इसलिए पूरा नहीं कर सकते. all India permit. ലോറി ഇന്ത്യ മുഴുവൻ ഓടിച്ച 26 years. ഡ്രൈവിംഗ് കിങ്. പറഞ്ഞിട്ട് എന്തായാലും അയ്യോ ഇരിക്കേ.
എനിക്ക് കുട്ടി ബാക്കി പറയട്ടെ. ഈ വീട്ടിലെ ആണുങ്ങൾ മാത്രമല്ല പെണ്ണൊരുത്തി ഉണ്ടായിരുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ തനി തങ്കം. 22 ക്യാരറ്റ്സ് ഒന്നുമല്ല, 100% പ്യൂരിറ്റി ഉള്ള ആള്. എവിടെ നിന്നാണ്? ഏട്ടത്തിന് ഇവിടെ നിൽക്കുന്നേ? വീട്ടില് കറണ്ട് ഇല്ല, അതാ. കറണ്ടില്ലെങ്കിൽ പുറത്തു വരുന്നതിനാ? ഓ അടി തുടങ്ങിട്ട് രണ്ടാമതും ദേ കറണ്ട് വന്നല്ലോ. അവിടെ ഇരിക്കാൻ ഇത്തിരി പ്രയാസം തോന്നി. നല്ല ഫിറ്റ് ആയിരിക്കും അല്ലേ? എടോ വല്ല ഉപദ്രവം ചെയ്തോ? ഇല്ലില്ല, പഴയ കുറെ കഥകൾ പറയായിരുന്നു. കഥയാ? എന്ത് കഥ? പുള്ളിയുടെ കുറെ കഥകൾ. ഇടയ്ക്ക് കുറെ കരഞ്ഞു. എനിക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അതെ, ഈ കരച്ചിലൊക്കെ പുള്ളിയുടെ അടവാ. കള്ളകത്ത് എന്ന സ്ഥിരം പരിപാടിയാണേ. എന്തായാലും നിങ്ങൾ വാ. അടവൊന്നുമല്ല, ആരാ? അച്ഛൻ ആത്മാർത്ഥമായിട്ടാ കരഞ്ഞത്. എന്തിന്? അമ്മയുടെ കാര്യം പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞു? തങ്കം പോലെ പ്യൂർ ആയ ഒരാളുണ്ടായിരുന്നു, പോയിന്ന് പറഞ്ഞു. പോയതല്ലോ. പിന്നെ ഏട്ടത്തി വാ. ഏയ്, നിങ്ങൾക്ക് മര്യാദയ്ക്കൊന്നും പെരുമാറാണോടാ? ഏ? എന്ത്? നിധിയുടെ നിങ്ങൾ എന്തിനാ സംസാരിക്കാൻ പോയത്? ഒടുക്കത്തൊരു ഒന്നും പാടി. വിളിക്കാനില്ലടാ. നീ ആണെങ്കിൽ എന്നെ തെറി വിളിച്ചോ, പക്ഷെ പാട്ടിനെ പറയരുത്. ഇറ്റ്സ് ഡിവൈൻ, ദൈവീകം. ദേ, കള്ളും കുടിച്ച് ഈ ദൈവിക പരിപാടി ഇവിടെ വേണ്ടെന്ന് നിങ്ങളുടെ 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ സോമരസം എന്ന് പറയുന്ന ദേവന്മാരെ ഗന്ധർവന്മാരെ പാട്ട് വെച്ചിട്ട് കേൾക്കാറ്. എന്നാ പിന്നെ നിങ്ങൾ ഞാൻ ജീവനോടെ സ്വർഗത്തിലേക്ക് അയക്കാം. മതിയാ? യോ നീ ആട്ടെന്നെ അയക്കണ്ടടാ. ഐ ആം ഓൾറെഡി ഇൻ സ്വർഗം. യു ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. അണ്ടർസ്റ്റാൻഡ് മൈ സൺ? ഇത്രയും പെട്ടെന്ന് എനിക്കൊരു ജോലി കണ്ടെത്തണം. അതിനെനിക്ക് ഏട്ടത്തിയുടെ ഹെൽപ്പ് വേണം. എന്റെയോ? എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ സർട്ടിഫിക്കറ്റ്സും പാൻ കാർഡും ആധാർ കാർഡും വേണം. എന്നെ ഓർമ്മയുണ്ടോ? അന്ന് റിസപ്ഷന് സാരി ഉടുപ്പിക്കാൻ മേക്കപ്പ് ഇടാൻ വന്നത് ഞാനാ. കുറച്ച് പ്രണയ സലാപം സുനന്ദയുടെ ഭാഗത്തുനിന്നുണ്ടാവും.